അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നില്ലേ, ടൈം ട്രാവൽ ചെയ്ത് എങ്ങനെയാണ് ജിയങ് ഹിയോൺ രാജഭരണം നടത്തിയിരുന്ന ആ ഒരു ജോസിയൻ പീരീഡിൽ വന്ന് പെട്ടതെന്നും തുടർന്ന് നടന്ന രസകരമായ സംഭവങ്ങളും. എന്തായാലും അതിന്റെ അവസാനം നമ്മൾ കണ്ട കണക്ക് തന്നെ ജിയങ് അവൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഗിൽ എന്ന പെൺകുട്ടിയുമായി ആ ഒരു റിവറിന്റെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹിയോന്റെ ഗാർഡ്സും അതുവഴി പാസ് ചെയ്യുന്നത്. ഹിയോൺ ആണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ടീം ആരാണ് പോകുന്നത് എന്നൊന്നും അറിയാതെ കുറച്ചു പേരെ ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിൽ കാണുമ്പോൾ അവരുടെ അടുത്ത് സഹായം ചോദിക്കാം എന്ന് വേണം പെട്ടെന്ന് എക്സൈറ്റഡ് ആയി ജിയങ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഗിൽഗു അവളുടെ വായടപ്പിക്കുന്നുണ്ട്. നീ എന്ത് ശബ്ദം ഉണ്ടാക്കുന്നത്? അത് രാജാവിന്റെ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ നല്ല പെൺകുട്ടികളെ കണ്ടാ പിടിച്ചോണ്ട് പോകും, രാജവംശത്തിന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാ ഞാനിന്ന് എവിടെയും പോവാതെ ഇവിടുന്നൊക്കെ ആളുകൾ പറഞ്ഞോന്ന് രാജാവിന്റെ കൽപ്പന ഉണ്ടായിട്ടും അവിടെ തന്നെ ഒളിച്ചു കഴിഞ്ഞത്. ശബ്ദം ഉണ്ടാക്കി അവരെ നമ്മളിവിടെ ഉണ്ടെന്ന് അറിയിച്ച പണി കിട്ടുമെന്നെല്ലാം പറഞ്ഞ് ഗിൽഗു സംസാരിക്കുമ്പോഴേക്കും നിന്നെ പിടിച്ചോണ്ട് പോയില്ലേലും ഇത്രയും സുന്ദരിയായ എന്നെ അവർ കണ്ട ഉറപ്പായിട്ടും പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഗിൽഗു പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിയങ് ആകെ ഷോക്കാവുന്നു. കാരണം അവൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്, ജോസിയൻ പീരീഡിൽ ഇതുപോലെ രാജാക്കന്മാർക്ക് അവരുടെ ഒരു രാജവംശം വലുതാക്കി അവരുടെ പവർ കാണിക്കാനൊക്കെയായി ഇതുപോലെ നാട്ടിലെ പല പെൺകുട്ടികളെയും അവരുടെ സമ്മതം ഇല്ലാതെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ കുട്ടികൾ ഉണ്ടാവാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ അത് ഓർമ്മ വരുന്ന ജിയങ് അപ്പൊ ശരിക്കും ഞാൻ ജോസിയൻ പീരീഡിലാണോ വന്ന് പെട്ടിരിക്കുന്നതെന്ന് ആകെ ഷോക്കാവുന്നു. എന്തായാലും ഇവരിവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇവരെ ഈ പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകാൻ വന്ന ഗാർഡ്സ് കാണുകയും അങ്ങനെ ഇവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു. തുടർന്ന് ഇതുപോലെ പിടിച്ചോണ്ട് വന്ന പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുന്ന കേജിൽ അവരെയും ആക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ കിടന്ന് ഭയങ്കരമായി ബഹളം വെച്ച് എനിക്ക് ഇവിടുന്ന് പോകണം, എന്നെ വിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജിയങ്ങിനെയും ഗിൽഗോനെയും വിട്ടിരിക്കുന്ന ആ ഒരു കേജിൽ മറ്റു ചില ലേഡീസ് ഉണ്ട്. അവർ കുറച്ച് പ്രായമായവരാണ്. അവരാകട്ടെ ഇവർ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ട് നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, അവര് തുറന്നു വിടാനൊന്നും പോകുന്നില്ല, പിന്നെ നിങ്ങൾ കിടന്ന് ബഹളം വെച്ച് ഞങ്ങൾക്കും കൂടി പ്രശ്നം ഉണ്ടാക്കി തരില്ലേ എന്നൊക്കെ ഇവർ ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും കേൾക്കാതെ വീണ്ടും ജിയങ് ബഹളം വെച്ചോണ്ടിരിക്കുമ്പോൾ ഗിൽഗുവും സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ടല്ലോ, കാരണം അവൾക്കും ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോകണം. എന്തായാലും ഇവർ ഈ ബഹളം വെക്കുന്നത് കേട്ടെത്തുന്ന ഗാർഡ്സ് രണ്ടുപേരുടെയും കൈയും വായും ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ചിലപ്പോൾ നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം എങ്ങനെ ഇരിക്കണ്ടേ, ഞാനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നല്ലോ, ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ കഷ്ടപ്പെട്ട് മത്സരം ജയിച്ച് നല്ലൊരു സ്ഥാനത്തൊക്കെ എത്തി, എങ്ങനെ പോകേണ്ട ഞാനായിരുന്നു, എന്നാലും എങ്ങനെയോ ഈ ഒരു കാലഘട്ടത്തിൽ വന്ന് ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ പോലെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും ഗാർഡ്സ് അവിടെ എത്തി ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ലേഡീസിനൊക്കെ രണ്ട് ഗ്രൂപ്പായി തിരിക്കാണ്. ഒന്ന് മുന്നേ പറഞ്ഞ കണക്ക് രാജാവിന്റെ വംശം വലുതാക്കാനായിട്ട് കുട്ടികളെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകളായിട്ടാണ് അവരെ മാറ്റുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ജോലിയും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് പ്രായം തോന്നുന്ന ലേഡീസിനാണ് ആ ജോലിക്കും ചെറുപ്പക്കാരായിട്ടുള്ള ലേഡീസിനെ മറ്റു ഗ്രൂപ്പിലേക്കുമാണ് മാറ്റുന്നത് എന്ന് മനസ്സിലാക്കുന്ന ജിയങ് തീർച്ചയായും തന്നെ പ്രായമുള്ള ലേഡീസിന്റെ കൂടെ ആക്കാൻ ചാൻസ് ഇല്ലാന്ന് കരുതി ഭയങ്കര സങ്കടത്തിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ വയസ്സ് ചോദിക്കുന്നുണ്ട്. അവളൊരു 26 എന്ന് പറയുമ്പോഴേക്കും അവരൊന്നും പറയുന്നില്ല. ഇവൾ എന്തായാലും എന്നെ ജോലിക്കാരുടെ ഗ്രൂപ്പിൽ വിടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലുറപ്പിച്ച് മറ്റേ ലേഡീസിന്റെ ഗ്രൂപ്പിലേക്ക് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവിടെയല്ല, നീ ജോലിക്ക് പോയാൽ മതി, നിന്റെ പ്രായമൊക്കെ കൂടുതലാന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് അവർ മാറ്റുമ്പോഴേക്കും അവൾ വളരെ ഹാപ്പി ആവുന്നു. ഇത് കാണുന്ന ഗിൽഗുവിന് ആകെ പേടിയാവുന്നുണ്ട്. കാരണം അവൾ ജിയങ്ങിനേക്കാളും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ താനും പ്രായം കൂടുതൽ കണക്ക് കാണിച്ചാലേ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന അവൾ ചുണ്ടൊക്കെ ഒരുമാതിരി കോടിച്ച് വയ്യാത്തവരെ കണക്കും വയസ്സായവരെ കണക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ മുന്നിൽ അവൾ 30 വയസ്സുള്ള കണക്ക് ആക്ട് ചെയ്യുമ്പോൾ 30 കണ്ട 40 ഒന്നുമല്ലോ, പോ ജോലി ചെയ്യാൻ പോകുന്നു പറഞ്ഞ് അവളെ അങ്ങനെ ജോലിക്കാരുടെ ഗ്രൂപ്പിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവളും ഹാപ്പി. രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. ജിയങ്ങും ഗിൽഗും ഇപ്പൊ നല്ല സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു. ജിയങ്ങിനെ ഈ ജോസിയൻ പീരീഡിൽ കിട്ടിയ ആദ്യ ഫ്രണ്ട് എന്നും പറയാം. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിയങ്ങും ഗിൽഗുവും ഇരുന്ന ആ ഒരു റിവറിന്റെ അവിടെ അവരെ അന്വേഷിച്ച് ഹിയോൺ തന്റെ ഗാർഡ്സുമായി എത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഇവരില്ലല്ലോ, ഇവർ ഓൾറെഡി പിടിച്ചോണ്ട് പോയില്ലേ. ഇങ്ങനെ എത്തി നിൽക്കുന്ന ടൈം ഒരു ഹെയർ ബോ അവിടെ നിന്ന് ഹിയോണിന് ഗാർഡ്സ് തപ്പി എടുത്തു കൊടുക്കുന്നു. ഇത് ജിയങ് തലയിൽ കെട്ടിയിരുന്ന ഹെയർ ബോ ആണെന്ന് മനസ്സിലാക്കുന്ന ഹിയോൺ അപ്പോ ഈ വഴി തന്നെയാണ് അവൾ എങ്ങോട്ടോ പോയിട്ടുണ്ടാവുക, തീർച്ചയായും എത്രയും പെട്ടെന്ന് അവളെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുന്ന മനസ്സിൽ ഓർക്കുന്നു. അപ്പോഴേക്കും ടീം തിരിച്ചിരുന്നല്ലോ, കുക്കിങ്ങിന് വേണ്ടിയുള്ള ടീമിലേക്കാണ് ഇപ്പോ ജിയങ്ങിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ കിച്ചണിലേക്ക് എത്തുന്ന ജിയങ് അവിടുത്തെ കിച്ചണൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അതായത് ട്രഡീഷണൽ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, ജിയങ് വലിയ ഷെഫാണ്, പക്ഷെ അവൾക്ക് മോഡേൺ ടെക്നിക്സ് ഒക്കെ അല്ലേ യൂസ് ചെയ്ത് പരിചയമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കിച്ചണൊക്കെ കാണുമ്പോൾ അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇതേ ടീം അവിടെ കുക്ക് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. രാജകൊട്ടാരത്തിന്റെ കിച്ചൺ ഐറ്റം എന്താ ഇത് ഇങ്ങനെ, ഇവിടെ എന്താ ഇത്ര ഇൻഗ്രീഡിയൻസിന്റെ ക്ഷാമം എന്ന് അവൾ ഒന്നും മനസ്സിലാവാൻ നിൽക്കുമ്പോഴേക്കും അവിടെ കുറച്ച് പ്രായമായ ലേഡീസ് ഉണ്ടല്ലോ, അവരൊക്കെ ചുമ്മാ കൈ കിട്ടി എന്തൊക്കെയോ ഇവരെന്തായാലും ഇവിടെ കുക്കിങ്ങിന് കൊണ്ടുവന്നതാണ് എന്നറിയാവുന്നതുകൊണ്ട് കണ്ടം തുണ്ട വെട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നോ എന്തിനാ ഉണ്ടാക്കുന്നതെന്നോ അവർക്ക് ഒരു ഐഡിയ ഇല്ല. കുക്കിങ്ങിനെ അവർ വളരെ നിസ്സാരമായി കണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചുമ്മാ അവർക്ക് കിട്ടിയ ജോലി തീർക്കുന്ന രീതിക്ക് നിൽക്കുമ്പോൾ കുക്കിംഗ് പാഷനും പ്രൊഫഷനും ഒക്കെ ആയ ജിയങ്ങിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവരോട് കുക്കിങ്ങിനെ ഇത്രയും നിസ്സാരമായി കാണരുതെന്ന് പറഞ്ഞ് സംസാരിക്കുകയും ഇവർ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നശിപ്പിക്കും മുന്നേ എന്തെങ്കിലും വായിക്ക് രുചിയായി ഉണ്ടാക്കണമെന്ന് അവൾക്ക് തോന്നുകയും ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു ഒഫീഷ്യൽ എത്തി ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് വേണ്ടി കുക്ക് ചെയ്യാനായി പറയുന്നത്. കൂടാതെ കുറച്ച് ഡിമാൻഡ്സും വെക്കുന്നുണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. ഇത് കേൾക്കുന്ന മറ്റേ ലേഡീസ് എന്തൊരു കഷ്ടം ഇതെന്ന് മട്ടി ഇരിക്കുമ്പോൾ ജിയങ്ങിന് അതൊരു പ്രശ്നമല്ല. അവൾ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആരാണ് വരുന്നത്,
വരുന്നത്, അവർക്ക് എത്ര പ്രായമുണ്ട് എന്നിങ്ങനെ വരുന്ന ഗസ്റ്റിനെ പറ്റി അറിഞ്ഞ് ആളുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവൾ സംസാരിക്കുമ്പോഴേക്കും ഓ കുക്ക് ചെയ്യാൻ ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ, പോയി കുക്ക് ചെയ്താൽ മതി എന്ന് അയാളും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കുക്കിംഗ് അത് കഴിക്കുന്ന ആളെ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അയാളുടെ മനസ്സിനൊത്ത ആഹാരം കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് ജിയങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമാണ് അങ്ങോട്ടേക്ക് ഗവർണർ വരുന്നത്. അയാൾ ഈ സംസാരം ഒക്കെ കേട്ടിരുന്നു. ആ സംസാരം കേട്ട് ജിയങ്ങിന്റെ പക്ഷം ശരിയാണെന്ന് തോന്നുന്നു അയാൾ അവളോട് ശരി എന്താ നിനക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആർക്ക് വേണ്ടിയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് എന്നത് അറിയണം, എങ്കിൽ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ മറ്റൊരു കണ്ടീഷനും കൂടി അവൾ പറയുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടുന്ന് ഞങ്ങളെ റിലീസ് ചെയ്യാൻ വേണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ വരുന്ന ഗസ്റ്റുകൾ മറ്റാരുമല്ല രാജാവായ ഹിയോന്റെ വളരെ വേണ്ടപ്പെട്ട 2 പേരാണ്. അത് മറ്റാരുമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ, റോയൽ സെക്രട്ടറിയും ആളുടെ മകനും. വേണ്ടപ്പെട്ട ആളാണ് രാജാവിനെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അവർ രാജാവിനിട്ട് തന്നെ പണി കൊടുക്കാനേ ഇരിക്കുന്നവരുമാണല്ലോ. എന്തായാലും ഈ റോയൽ സെക്രട്ടറിയുടെ മകൻ അവിടെ വലിയൊരു പൊസിഷൻ അച്ഛനെ പോലെ തന്നെ വഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല ഹിയോന്റെ ഹാഫ് സിസ്റ്ററിന്റെ ഹസ്ബൻഡും കൂടിയാണ് അയാൾ, അതായത് ഹിയോന്റെ സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അളിയനായിട്ട് വരും. കൂടാതെ ഹിയോണും ഗവർണറിന്റെ മകനും ഹിയോന്റെ തന്നെ അളിയനും ഒക്കെ ആയ ഈ സോങ് ഹിയോന്റെ ഒരു കളിക്കൂട്ടുകാരനും കൂടിയാണ്. പിന്നെ ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത ഈ അച്ഛനും മകനും ഭയങ്കര സാധനങ്ങളാണ്. അവർ ഒരു കണ്ണിച്ചോരയില്ലാതെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആണ്. എത്ര നന്നായി ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് ഉണ്ടാക്കിയവർക്കിട്ട് നല്ല പണിയും കൊടുക്കും. അതുപോലെ ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ളവർക്കാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന് അയാൾ ജിയങ്ങിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കേട്ട് പക്ഷെ ജിയങ് പേടിക്കുന്നില്ല. അവൾക്ക് അവളുടെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ഫുഡിൽ അവർ ഒരു കുറ്റവും പറയാൻ പോകുന്നില്ല. എന്റെ ഫുഡ് എന്നല്ല, ഇനി ഫുഡിന്റെ കാര്യം പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവരുടെ സ്വഭാവം ഇന്നത്തോടെ നിർത്തി കൊടുക്കുന്നു തന്നെ അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. എന്തായാലും എന്റെ കണ്ടീഷൻ മറക്കണ്ടെന്ന് പറഞ്ഞ അവൾ അങ്ങനെ കുക്കിംഗിലേക്ക് കടക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് മുന്നേ പറഞ്ഞ കണക്ക് തന്നെ അവിടെ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ച് മീറ്റ് കിട്ടുമ്പോൾ അത് തന്നെ മെയിൻ ഡിഷ് ആക്കി എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ കൂടെ ഉള്ളവർക്കൊക്കെ ഓരോ ജോലികൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. മീറ്റ് ആണെങ്കിൽ വളരെ ഹാർഡാണ്, ഇത് കുക്ക് ചെയ്താലും ഹാർഡ് ആയിട്ട് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന അവൾ ആദ്യം ഒന്ന് ചിന്തിക്കുന്നുണ്ട്, ഇതിപ്പോ എന്ത് ചെയ്ത് ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി ഡെലീഷ്യസ് ആയ ഒരു ഐറ്റം ആക്കി മാറ്റാൻ പറ്റും. ആ സമയത്താണ് മുൻപ് വായിച്ച ഒരു ടെക്നിക്ക് അവൾക്ക് ഓർമ്മ വരുന്നത്. ഇതുപോലത്തെ മീറ്റ് കുക്ക് ചെയ്യേണ്ട ആ ഒരു രീതിയെ പറ്റി ഓർമ്മ വരുന്ന ജിയങ് ഇങ്ങനെ ആ രീതിയിൽ കുക്കിംഗ് ആരംഭിക്കുന്നു. ഇവിടെ ഇങ്ങനെ കുക്കിംഗ് നടക്കുമ്പോഴേക്കും നമ്മുടെ ഹിയോന്റെ കോൺകുബൈനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ. മോഗ്ജു ഇതുവരെ ഹിയോൺ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നില്ലല്ലോ എന്ന് ടെൻഷനായി ഇരിക്കുകയാണ്. കൂടാതെ മോഗ്ജു തന്റെ തോഴിയോട് ഇന്നല്ലേ രാജാവിന് വേണ്ടി ഗവർണർ പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ദിവസം അങ്ങോട്ടേക്ക് രാജാവ് പോയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ ആ ദിവസം ഇന്നാണ്, പോയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോഴിയും പറയുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഗവർണറിന്റെ സ്ഥലം നമുക്ക് കാണാം. അവിടേക്കാണ് ആക്ച്വലി മുന്നേ പറഞ്ഞ കണക്ക് തന്നെ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം പെൺകുട്ടികൾ അവിടെ കുക്കിങ്ങിന് മറ്റു ജോലിക്കുവാണെങ്കിൽ മറ്റ് ലേഡീസിനെ പറഞ്ഞ കണക്ക് രാജാവിന്റെ സന്താനങ്ങളെ പ്രസവിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഗവർണർ ആകട്ടെ ആളുടെ ഫാമിലിയിൽപ്പെട്ട പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ ഇനി ഈ രീതിക്ക് ഇവർ പിടിച്ചോണ്ട് പോകരുത് എന്ന് മനസ്സിലുറപ്പിച്ച് ആരും അറിയാതെ നാട് പോലും കടത്തി വെച്ചിരിക്കുകയാണ്. അതായത് സ്വന്തം ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്ത് ബാക്കിയുള്ളവരെ ആ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ഒരു പാരമ്പര്യത്തിനായി അവർ ഉപയോഗിക്കുന്നു. എന്തായാലും അവിടെ അങ്ങനെ ഈ ഒരു കാര്യം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടേക്ക് റോയൽ സെക്രട്ടറിയും ആളുടെ മകനും എത്തുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ ഹാർഡായ മീറ്റ് കുക്ക് ചെയ്യാൻ പാകത്തിന്, കഴിക്കുമ്പോൾ ടേസ്റ്റ് വരാൻ പാകത്തിന് സോഫ്റ്റ് ആയി മാറ്റാനായി അത് സ്ലൈസ് ചെയ്ത് 55 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണം. അതും പ്രത്യേകമായി വാർപ്പ് ചെയ്ത് ബോയിൽ ചെയ്യണമെന്ന ഒരു ടെക്നിക്കാണ് അവിടെ ജിയങ് ഉപയോഗിക്കുന്നത്. അതിനായി അവൾ ആ ഒരു മീറ്റ് സ്ലൈസ് ചെയ്ത് അത് റാപ്പ് ചെയ്ത് ബോയിൽ ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചൊഴിച്ച് അതിന്റെ ടെമ്പറേച്ചർ ഒരു 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാനായി അവൾ കൈയൊക്കെ ഇങ്ങനെ അകത്തിട്ട് നോക്കുന്നുണ്ട്. വെള്ളത്തിൽ മുക്കി വെള്ളത്തിന്റെ ചൂട് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് മനസ്സിൽ. കാരണം ആ ഒരു ചൂട് 55 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാലോ കുറഞ്ഞാലോ ഉദ്ദേശിക്കുന്ന രീതിയിൽ മീറ്റ് സോഫ്റ്റ് ആയി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ വെള്ളത്തിൽ കൈയൊക്കെ ഇട്ട് അത്രയും പാഷനോട് കൂടിയാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. തന്റെ കൈ പൊള്ളുമെന്നോ ഒന്നും അവൾ ചിന്തിക്കുന്നില്ല. കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അയ്യോ ചൂടുവെള്ളമല്ലേ, കൈയിട്ട കൈ പൊള്ളില്ലേ എന്ന രീതിക്ക് ആകെ അന്തം വിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അവർക്കറിയില്ലല്ലോ ഇതൊരു കില്ലാടി ഷെഫാണ് ഈ കുക്ക് ചെയ്യാനായി വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ ഇവിടെ കുക്കിംഗ് തകൃതിയിൽ നടക്കുമ്പോഴേക്കും രാജാവിന്റെ മുന്നിൽ എത്തിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന ലേഡീസിനെ റോയൽ സെക്രട്ടറിയും മകനായ സോങ്ങും കൂടി റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവര് കണ്ട് മനസ്സിലാക്കി അവരുടെ കണ്ണ് ഇത്രയും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്, മൂക്ക് ഇങ്ങനെ വലുതാണ്, അയ്യോ മറുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഓരോരോ കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഇതുപോലത്തെ പെണ്ണുങ്ങളെ കിട്ടിയുള്ളൂ രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോകാനായിട്ട്. രാജാവിന്റെ കുഞ്ഞിനെ ജന്മം കൊടുക്കാനായിട്ടുള്ള പെൺകുട്ടിയാണ് നമ്മൾ രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതുപോലത്തെ പെൺകുട്ടികളെ ഈ നാട്ടിലുള്ളോ എന്നൊക്കെ പറഞ്ഞ് അവർ ഈ പെൺകുട്ടികൾ ഒന്നും കൊള്ളില്ല എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സോങ് ആകട്ടെ ഗവർണറോട് അല്ല നിങ്ങളുടെ മകള് നല്ല സുന്ദരിയല്ലേ എന്ന് പറഞ്ഞ് ഗവർണറിന്റെ മകളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും എന്റെ മകളുടെ കാര്യം വിട്ടേക്ക്, ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും സെലക്ട് ചെയ്യുന്ന ഗവർണർ പറയുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ തന്റെ മകളെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൾ രാജാവിന്റെ ഭാര്യ അല്ലാതെ, അതായത് റാണി ആവാതെ ഇതുപോലെ രാജാവിന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു
അവസ്ഥയിലേക്ക് വരരുത് എന്നൊരു കാര്യം കൊണ്ട് മാത്രം നാട് കടത്തിയത്. എന്തായാലും അപ്പോഴേക്കും മീറ്റ് വിചാരിച്ച രീതിയിൽ സോഫ്റ്റ് ആയി കുക്ക് ചെയ്തെടുക്കാൻ ജി എങ്ങനെ സാധിക്കുന്നു. അവൾ ഗസ്റ്റിന് കൊടുക്കാനുള്ള പോർഷൻ മാറ്റിയിട്ട് കുറച്ച് കൂടെ നിൽക്കുന്നവർക്ക് ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അത് വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അത്രയും ഹാർഡായ മീറ്റ് ഒരിക്കലും ഇത്രയും സോഫ്റ്റ് ആയ രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടും, അത് ഇത്രയും ഫ്ലേവർഫുൾ ആയി ഇങ്ങനെ മനോഹരമായ ഒരു ഡിഷ് ആക്കി അത് മാറ്റാൻ സാധിക്കുമെന്ന് അവരൊന്നും വിചാരിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇത് വളരെ നന്നായിട്ടുണ്ട്, തീർച്ചയായും ഇത് ഗസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ അവർ വളരെ എക്സൈറ്റഡ് ആവുമ്പോൾ താൻ ചെയ്യുന്ന ഒരു കാര്യം ഇത്രയും പേരെ ഹെൽപ്പ് ചെയ്യും എന്നത് ഓർക്കുമ്പോൾ തന്നെ ജിയങ്ങും വളരെ ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും അങ്ങനെ കുക്ക് ചെയ്ത ഡിഷ് അവർക്ക് സെർവ് ചെയ്യുന്നു. റോയൽ സെക്രട്ടറിയും മകനായ സോങ്ങും ഗവർണറും പിന്നെ മറ്റൊരു ഒഫീഷ്യലും കൂടിയാണ് കഴിക്കാനായി ഇരിക്കുന്നത്. ഒരേ ഒരു ഡിഷ് മാത്രമേ അവിടെ സെർവ് ചെയ്തിട്ടുള്ളൂ. അത് കണ്ടപാട് തന്നെ ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇവര് മുന്നേ ഗവർണർ പറഞ്ഞ കണക്ക് തന്നെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇതുപോലെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫുഡിന് ഒരു കുഴപ്പമില്ലെങ്കിലും ഇവരായി തന്നെ അതിൽ മുടിയൊക്കെ എടുത്തിട്ട് മുടിയുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നു നാണം കിടത്തിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായും പ്രശ്നം ഉണ്ടാക്കി അവിടെയൊക്കെ തച്ചു തകർക്കുകയും അവിടുന്ന് കാശും സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റുന്നൊക്കെ ഇവരുടെ പരിപാടിയാണ്. അതേ കണക്ക് ഇവിടെ ഒരേ ഒരു ഡിഷ് തന്ന് ഞങ്ങൾ അപമാനിക്കാൻ നോക്കുകയാണോ, ഞങ്ങളൊക്കെ എത്ര വലിയ ആൾക്കാരാ, ഞങ്ങൾക്ക് ഒരു 10-15 ഡിഷ് തരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അവരെ ഒന്ന് അനുനയിപ്പിക്കാനായി ഗവർണർ ക്ഷമിക്കണം, പ്രായശ്ചിത്തായിട്ട് ഈ ഫുഡ് ഉണ്ടാക്കിയ പെൺകുട്ടിയെ കൊന്നുകളയാം എന്നിങ്ങനെ ഗവർണർ പറയുന്നുണ്ട്. ഓൾറെഡി ഇന്ന ആൾക്കാർക്കാണ് നീ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്താ റെഡിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണല്ലോ ഗവർണർ ജിയങ്ങിനോട് മുന്നേ ആ ഒരു ഡീൽ വെച്ചത്. ജിയങ് അതിനൊക്കെ തയ്യാറായിരുന്നു. ഇവർക്ക് ആ ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനെ പല കോൺസിക്വൻസും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഗവർണർക്ക് നന്നായി അറിയായിരുന്നു. അങ്ങനെ ഇവിടെ മുന്നിൽ കൊണ്ടുവച്ച ഒരു ഫുഡ് കഴിക്കാൻ പോലും മെനക്കെടാതെ ഫുഡ് കണ്ടപാടെ അവർ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ അങ്ങനെ പ്രശ്നമായത് അറിയാതെ ജിയങ്ങും മറ്റു ലേഡീസും കിച്ചണിൽ എന്തായാലും ആ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ നമുക്ക് ഇവിടുന്ന് മോചിതരാകാന്നൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് മിച്ചം വന്ന ഫുഡ് അവർക്കും എടുക്കാമല്ലോ എന്ന രീതിക്ക് അവർക്കത് കഴിക്കാനായൊക്കെ അവർ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗാർഡ്സ് എത്തുന്നത്. അവർ വളരെ ദേഷ്യത്തിൽ ജിയങ്ങനെയും കൂടെയുള്ള ലേഡീസിനെയും പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും എന്തേ നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഫുഡിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായില്ലേ, പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടാവുകയെന്ന് ജിയങ്ങിനോ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ജിയങ്ങിന്, കാരണം അവൾ ഉണ്ടാക്കിയ ഫുഡിൽ അവൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്നിട്ടും എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തായാലും ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ അപ്പോഴാണ് പ്ലേറ്റിൽ കൊടുത്ത ഫുഡ് അതേപടി ഇരിക്കുന്നത് കാണുന്നത്. ഓഹോ, കഴിക്കുക പോലും ചെയ്യാതെ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞവർ പ്രശ്നം ഉണ്ടാക്കിയാണെന്ന് കാണുമ്പോൾ ദേഷ്യം വരുന്നവൾ നേരിട്ട് അവരോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിച്ചു നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ന്യായമുണ്ട്. കഴിക്കുക പോലും ചെയ്യാതെ കണ്ടപാടെ ഇങ്ങനെ റിജക്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് അവൾ ചോദിക്കുന്ന ടീം ശരി കഴിച്ചു നോക്കാം, കഴിച്ചു നോക്കിയിട്ടും കൊള്ളില്ലെങ്കിൽ എന്തായാലും നിന്റെ കഥ കഴിയുന്നതായിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. കൂട്ടത്തിൽ ഗവർണറിന്റെ മകളെയും ഞങ്ങൾ രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന അവർ ഗവർണറോട് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും തന്റെ മകളെ സേഫായി നാട് കടത്തി എന്ന കോൺഫിഡൻസിൽ നിന്നിരുന്ന ഗവർണറെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവിടെ നടക്കുന്നു. ഗവർണറിന്റെ മകളെ ഇവിടെ നിന്ന് മാറ്റാനായി ഗവർണർ നോക്കിയിരുന്നെങ്കിലും ആക്ച്വലി ആ പെൺകുട്ടിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ അച്ഛനും മകനും കൂടി വരുന്ന വഴി പുള്ളിക്കാരിയെ കണ്ടെത്തിയതേ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഗവർണർ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോന്നു. ഗവർണർ ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെ ആവുന്നുണ്ട്. എന്റെ മകളെ ഞാൻ വിട്ടുതരില്ല, അവളെ ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ ഗവർണർ അവിടെ കിടന്ന് കരയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റു ഒഫീഷ്യലും ഭയങ്കരമായി ദേഷ്യത്തിലാവുന്നുണ്ട്. എന്റെ പേരക്കുട്ടി അവളെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് ആൾ അവിടെ ഇവർക്ക് നേരെ വാളോങ്ങുന്നുണ്ട്. റോയൽ സെക്രട്ടറിയെ മകനെയും കൊല്ലുന്ന മട്ടിലാണ് അയാൾ നിൽക്കുന്നതെങ്കിലും അയാൾ ഈ ഗവർണറിന്റെ അച്ഛനായതുകൊണ്ടും പേരക്കുട്ടിയെ രക്ഷിക്കാനായി ഇങ്ങനെ ഒരു ഇമോഷന്റെ പുറത്ത് അയാൾക്ക് ഒന്നും തന്നെ തങ്ങളെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, തങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ഒരു സെക്കൻഡ് പോലും ജീവനോടെ ഉണ്ടാവില്ല. രാജാവ് ഇവരെ വെറുതെ വിടില്ല. ആ ഒരു കാര്യം കൊണ്ട് ഇവർ ഒന്നും തന്നെ തങ്ങളെ ചെയ്യാൻ പോകുന്നില്ല എന്ന ധൈര്യം ഇവർക്കുണ്ട്. കൂടാതെ രാജാവുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിലാണ് ഇവർ ഈ നാട്ടില് ഒരുപാട് കൊള്ളരുതായ്മകൾ കാണിച്ചു കൂട്ടുന്നത്. വേണ്ടച്ചാ, ഒന്നും ചെയ്യണ്ട. അപ്പോ എന്തെങ്കിലും ദേഷ്യത്തിന് പുറത്ത് ഇവരെ നമ്മൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്റെ മകള് ഇനി അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകൾക്ക് കൈയും കണക്കും കാണില്ല, അവൾ ഒരുപാട് ക്രൂരതകളിലൂടെ കടന്നു പോകേണ്ടി വരും, വേണ്ടെന്ന് പറഞ്ഞ് അച്ഛനെ ഗവർണർ തടയുന്നു. അങ്ങനെ എന്തായാലും അവർ രണ്ടുപേരും ആ ഒരു ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. ആദ്യത്തെ ബൈറ്റ് എടുക്കുമ്പോഴേ അവർക്ക് ഭക്ഷണം ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടുപേരും ഇതുവരെ ഇതുപോലെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അത് ഫുള്ള് കഴിച്ചു തീർക്കുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റ് നക്കി തുടച്ച ശേഷം കൊള്ളത്തില്ല, എന്തായാലും നിന്നെ കൊല്ലുക തന്നെ ചെയ്യുന്നു അവിടെയുള്ള ജിയങ്ങിനെ നോക്കി ആക്രോശിക്കുകയും ഗവർണറിന്റെ മകളെ പിടിച്ച് രാജാവിന് കുഞ്ഞുണ്ടാവാനെ കൊടുക്കുകയും ചെയ്യുന്നൊക്കെ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗവർണറിന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഫുഡ് കഴിച്ച് നോക്കുമ്പോൾ നല്ല ഫുഡാണ്, ഇവർ മനഃപൂർവ്വം ഇങ്ങനെ പറയുകയാണെന്ന് മനസ്സിലാക്കി നല്ല ഭക്ഷണമാണല്ലോ, പിന്നെ നിങ്ങൾ എന്തിനും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്ന ടീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ. എന്തായാലും ഇവരെയും കൊല്ലും, ആ പെണ്ണിനെയും കൊണ്ടുപോകുന്ന മട്ടി തന്നെ സോങ്ങും അച്ഛനും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവർ മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത് എന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വ്യക്തമാവുന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ ജിയങ്ങിനെ പിടിച്ചോണ്ട് പോയി കൊല്ലാനായി ഉത്തരവിടുമ്പോഴേക്കും ഗാർഡ്സ് അവളെ പിടിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെയ്യും മുന്നേ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഹിയോണിന്റെ എൻട്രി. തൊട്ടുപോകരുത് അവളെ, അവളുടെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും, എന്നോട് എന്നെ കൊന്നാ മതിയെന്ന് അവള് അപേക്ഷിക്കുമെന്നും പറഞ്ഞ് ഹിയോൺ അവിടെ സംസാരിക്കുമ്പോഴേക്കും ആക്ച്വലി ജിയങ് അവിടെ ആരാണ് വന്നതെന്നോ ആരാണ് സംസാരിക്കുന്നതെന്നോ കണ്ടില്ല. പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് മട്ടില് അവൾ നോക്കുമ്പോഴാണ് ഹിയോണിനെ കാണുന്നത്. അതും രാജാവിന്റെ ആ ഒരു വേഷത്തിൽ വീണ്ടും അവൻ നിൽക്കുന്നത് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോന്നു. മുന്നേ അവനെ കണ്ടപ്പോ ഇവൻ രാജാവായി അഭിനയിക്കുന്ന ഏതോ വട്ടനാണെന്ന് മാത്രമേ അവൾക്ക് തോന്നിയിരുന്നുള്ളൂ. യഥാർത്ഥ
യഥാർത്ഥത്തിൽ അവൻ ഒരു രാജാവാണ് എന്നത് അവൾ മനസ്സിലാക്കിയിരുന്നില്ല. എന്തായാലും അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആയി പോയി. അങ്ങനെ ജിയങ് ഞെട്ടി നിൽക്കുമ്പോഴേക്കും ഇത്രയും നേരം അന്വേഷിച്ചു നടന്ന ജിയങ്ങിനെ കണ്ടുകിട്ടിയ സന്തോഷത്തിലായിരുന്നു ഹിയോൺ ഉണ്ടായിരുന്നത്. ഈ പൂച്ച എലിയെ കിട്ടുമ്പോൾ കാണിക്കുന്ന ഒരു പ്രത്യേകതരം സന്തോഷമില്ലേ, അതേ കണക്കാണ് നമ്മുടെ ഹിയോണിന്റെ നിൽപ്പ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.